അത് പൊക്കി വെക്കള, ആ ചെടിച്ചട്ടിയുടെ മണ്ടയ്ക്ക് ഇട്ടു. കുഞ്ഞോ മുല്ലശ്ശേരിലാണ്. ചുമ്മാ റേഷൻ കട പോകാൻ വന്നേ. അന്നേരം അവര് സാധനം മേടിച്ചോണ്ടിങ്ങി വന്നു. മോനിക്കുട്ടനെയും ജാനിക്കുട്ടിയും കൂടെ ഞാൻ എൻ്റെ കടയിലോട്ട് വിട്ടു. ഒരു പാല് വാങ്ങിക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറിവേപ്പിലൊക്കെ തീർന്ന് നമ്മുടെ അടുക്ക പോയി കരിവേപ്പില എടുത്തുകൊണ്ട് വന്നതാട്ടോ. ഉപ്പൂന് വേണമായിരുന്നു, അപ്പൊ എനിക്ക് വിളിച്ചിട്ട് ചൂടുണ്ടല്ലോ. അതിലൂടെ റേഷൻ വാങ്ങിക്കണമായിരുന്നു. ഈ മാസം റേഷൻ മേടിച്ചിട്ടില്ലായിരുന്നേ. എനിക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാമേ. ഞാൻ പറഞ്ഞില്ലേ, മുത്തുള്ളപ്പം മുട്ടിനെയും കൊണ്ട് പോകും. പിന്നെ ഇപ്പം മോനുകുട്ടനെയും കൂടെ ഒക്കെ പോകും. എന്നാലും ഇത് എടുത്ത് വണ്ടിയിലോട്ടൊക്കെ വെക്കേണ്ടിയോണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കൂക്കുവിനെ കൂടെ വിളിച്ചു. അവിടുത്തെ കാർഡിനകത്ത് ജാനിക്കുട്ടിയുടെ പേരുണ്ട്. അപ്പം ജാനിക്കുട്ടിയുടെ കൈ പതിച്ചാൽ മതി. അങ്ങനെ അവർ വന്ന് കുറേ നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത്. ഞാൻ മോനുകുട്ടനെ വിളിക്കാൻ ടീച്ചറിൻ്റെ അടുക്ക ചെന്നപ്പോൾ അവിടെ ചായ കുടിക്കുന്നേ ഉള്ളൂ. ടീച്ചർമാർ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമായിരുന്നു. അനിയമ്പന് കൊടുക്കാതെ എങ്ങനെ വിടുന്നതെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഇരുത്തി. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ പോയി മോനുകുട്ടനെ കൊണ്ട് കാർഡൊക്കെ പതിപ്പിച്ച് ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇത് ടീച്ചർ എനിക്ക് തന്നതാട്ടോ. തണ്ണിമത്തം കഴിച്ചില്ല, ഏത്തയ്ക്കാപ്പം കഴിച്ചതുകൊണ്ട് ഇത് കഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ അടുക്കളയിലെ പണികൾ, ചോറ് വെക്കണം. മോനുകുട്ടന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അത് മതിയെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ ചോറ് കൊടുക്കും. ആ ആ അപ്പൊ രാത്രി ഇടിയപ്പം കഴിക്കും. പിന്നെ മുറ്റത്ത് കുറച്ച് കരിയിലുണ്ട്. ഇച്ചിരി ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം. അത് ഇനി പുറത്തെ പണികളെ. എന്നിട്ട് നമുക്ക് അരി അങ്ങോട്ട് വെച്ചിട്ടേ പോകുന്നുള്ളൂ. കുക്കറിനകത്തല്ല, റൈസ് കുക്കറിനകത്തോട്ട് അരി തിളപ്പിക്കുക. അല്ലാതെ കുക്കറിനകത്ത് തിളപ്പിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നുണ്ട്. അരി വെച്ചിട്ട് പോയ എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചോ. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. കർത്താവേ, നീ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ. ഞാനേ ഒരു ബീട്രൂട്ട് വാടി ഒരു തോരൻ വെക്കാം. കുറച്ച് ദിവസമായാലും പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് എനിക്ക് മതി.
മോനിക്കുട്ടന് ഇടിയപ്പം കേട്ടോ. നമ്മൾ ബീഫ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കൻ കറി വെക്കത്തില്ല അതേപോലെ കറി വെച്ച് സൂപ്പറായിരുന്നു ഇടിയപ്പത്തിൻ്റെ കൂടെ കേട്ടോ. അതാ മോനിക്കുട്ടൻ പറഞ്ഞ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാരൊക്കെ എടുത്ത് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി രാവിലെ തന്നെ മോനിക്കുട്ടന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ഇച്ചിരി ഞാനിവിടെ വെച്ചിരുന്നു, ഇടിയപ്പവും വെച്ചിട്ടുണ്ട്. രാത്രി ചിലപ്പോൾ അത് കഴിക്കും. ചോറ് ഞാൻ മീനും വറുത്ത് ഇത് തോരൻ വെച്ച് ഇച്ചിരി തൈരുണ്ട്, അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. മോരുകറി വെക്കാൻ തൈര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇതുവരെ മോരുകറി വെച്ചില്ല. ഇനിയിപ്പം നാളെ ആട്ടെ. ഇപ്രാവശ്യം മണ്ണെണ്ണ കിട്ടി കേട്ടോ. ഞാൻ ഇച്ചിരി മണ്ണെണ്ണ അമ്മയോട് മേടിച്ചുകൊണ്ട് പോയിരുന്നു. വേറെ സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല, എനിക്ക് ഇച്ചിരി മണ്ണെണ്ണ മാത്രം മതിയായിരുന്നു. പച്ചരി വരെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്നും എടുത്തില്ല. മണ്ണെണ്ണ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അണ്ണാൻകുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആരോ എനിക്ക് മെസ്സേജ് ഇടുക ഏതാണ്ട് ചെയ്തു. അണ്ണാൻകുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് പാമ്പുള്ളെടുത്താണെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഒരു പേടി. അപ്പം അന്നേരം വരെ എനിക്ക് അങ്ങനെ പേടിയില്ലായിരുന്നു, പക്ഷെ അത് കേട്ടപ്പോൾ പേടിയായി. അപ്പം ഇച്ചിരി മണ്ണെണ്ണ എടുത്തോണ്ട് വന്നു, ഇവിടെ 4 വശവും ഒഴിക്കാൻ എന്ന് വിചാരിച്ച്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പേടി, അത് മാത്രം. രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തങ്ങ് വെക്കട്ടെ. ആദ്യം സവാള ഇവിടെ വന്നണക്ക മോനിക്കുട്ടനെ അധികം പാചകത്തിന് കയറ്റുന്നില്ല. ഇന്നിപ്പം ടീച്ചറിനോട് പറഞ്ഞു അമ്മ ഇപ്പം എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല അടുക്കളയിൽ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അടുക്കളയുമായിട്ട് അത്ര ഇണക്കമായില്ല, അതൊക്കെ ആവട്ടെ. ഇതോടെ ഉള്ളു മറ്റേ എന്റെ ഉടുപ്പിന്റെ അത്ര ഏതട്ടെ നീ എപ്പോ ഏതാണ് ഏതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഇത് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇതിനെ പറ്റി ഒരു ഇത് എഴുതണം. ഓ ഈ പിക്ചറിനെ പറ്റി കുറച്ച് എഴുതുന്നു, പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എഴുതും. പേന നോക്കാൻ അങ്ങോട്ട് പോയി, ഉടനെ ബുക്ക് വേണം. ബുക്കും തപ്പി തുമ്മി എൻ്റെ ഉപ്പാട് വന്നു. നോട്ട് ബുക്ക് പുതിയത് എവിടാ വെച്ചേക്കുന്നതെന്ന് ഓർമ്മയില്ല, എവിടോ ഇരിപ്പുണ്ട് കുറേ നോട്ട് ബുക്ക്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള അരിഞ്ഞത്, ബീട്രൂട്ട്, തേങ്ങ പരട്ടി വെക്കാം. പെരട്ടി വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഇതെടുക്കാം. പതിനഞ്ച് മിനിറ്റാണ് അതിൻ്റെ സമയം പറയാം. നമുക്കൊരു പകുതിയാകുമ്പോൾ ഇതെടുത്തങ്ങോട്ട് തിരിച്ചു വെക്കാം. തോരനങ്ങോട്ട് വെക്കാം. കടുകിട്ടു, റെഡി ആവട്ടെ.
ഇത് തിരിച്ചിടാം. തിരിഞ്ഞു വീഴാൻ എന്താ ഇത്ര മടി? എന്നിട്ട് വീഴ്. എട്ട് മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ? തോരൻ ഉപ്പൊക്കെ നോക്കി റെഡിയായി. സ്പെല്ലിങ് വായിച്ചേ. ടാറ്റേഡ് കീറി മുറിക്കുക. തുണികൾ കീറി മുറിച്ചത്. And spent his days collecting crumbled paper. He felt ചോറൊക്കെ വാർത്തിട്ടു. തിപ്പ് ഓഫാവും. നമുക്ക് കഴിക്കാം. മോന് കിട്ടോ? മോനുവേ വാ. ഓഫാവും. എടുത്തോട്ടെ. കടിക്കും. ബാക്കി മാവ് കൊണ്ടുള്ള കുഞ്ഞിക്കൊഴുക്കട്ട. കഴിച്ചിട്ട് വരാൻ ടാറ്റ. പോക്കറ്റ് പാറ്റ. ഇപ്പഴാ നല്ല രസേ. എനിക്ക് തവറിക്കാലത്തോടെ പോയില്ല. ചീരത്തോരൻ്റെ കൂട്ടുണ്ട് ഇപ്പൊ. ചോറ് വിളമ്പി. ചൂട് ചോറിനകത്തോട്ട് നമുക്ക് ഇച്ചിരി തൈര് ഒഴിക്കാം. നമുക്ക് തോരൻ വിളമ്പാം. ബീട്രൂട്ട് തോരൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ഇടണേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് മീൻ വറുത്തതേ ഉള്ളൂ. സാരമില്ല, മീനുണ്ടല്ലോ. ഇച്ചിരി വെള്ള നാരങ്ങയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയേ ഉള്ളൂ, നാരങ്ങയൊക്കെ തീർന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ ദൈവം അനുവദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മക്കളെയും ഓർക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഓർക്കാതിരിക്കത്തില്ല. നേരിട്ട് കാണാത്തവരെയും കണ്ടവരെയും ഒക്കെ നിറയെ സ്നേഹത്തോടെ ഓർക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.